ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് ഈ രാവിലെ നീച്ചിട്ട് പോകണമെന്നല്ല എല്ലാവരും ആലോചിക്കുന്നത്. അപ്പം നമ്മൾ കോളേജിൽ നിന്ന് ട്രിപ്പ് പോവാണ് കേട്ടോ. നമ്മൾ നെല്ലിയാമ്പതിക്കാണ് ട്രിപ്പ് പോണത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ദ ഹോൾ കോളേജാണ് കേട്ടോ പോണത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. ആൻഡ് ഈ വയലറ്റ് ഷർട്ട് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ വൈബ് പ്രിൻസിപ്പാൾ കേട്ടോ. ആൾ നല്ല ചില്ലാണ്, നമ്മുടെ കൂടെ ഡാൻസ് കളിക്കാനും ഒക്കത്തിനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 6 ബസ്സാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ബസ്സിൽ ഫസ്റ്റ് ഇയേഴ്സും ബികോം ഫിനാൻസ് ബികോം സി എക്കാരും പിന്നെ നമ്മുടെ സെക്കൻഡ് ഇയേഴ്സും ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മൗണ്ട് സീന സ്കൂളിൽ നിന്നാണ് കേട്ടോ. നമ്മളെപ്പോൾ ട്രിപ്പ് പോകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ കോളേജിൽ നിന്നല്ല സ്കൂളിൽ നിന്നായിരിക്കും പോകുന്നുണ്ടാവുക. കാരണം ട്രാൻസ്പോർട്ടേഷൻ ഇത്തിരി എളുപ്പം ഇവിടെയാണല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ മിന്നു നല്ല ഉറക്കത്തിലായിട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കോളേജിൻ്റെ വക നമുക്കൊരു ഫ്രൂട്ടിയും പിന്നെ ഒരു കേക്കൊക്കെ കിട്ടി. അത് കഴിഞ്ഞൊരു ജൂനിയറാണ് കേട്ടോ. അത് അവൻ നന്നായി പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അറ്റ് ലാസ്റ്റ് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് വലിയ ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്നു, ഗ്രൂപ്പ് ഫോട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടവർക്കറിയാം വലിയൊരു ട്രാജഡി തന്നെയാണ് ഉണ്ടായത്. കാരണം ഈ ഒരൊറ്റ ഫോണിൽ ഈ 6 ബസ്സത്തെ കുട്ടികളെ കൊള്ളാന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്, അതുകൊണ്ട് കിട്ടിയില്ല. നെല്ലിയാമ്പതിയിൽ ട്രിപ്പ് വന്നാൽ എന്തായാലും എന്താ ഈ തേയിലത്തോട്ടത്തിലെ ഇടയിൽ കൂടെയൊക്കെ പോയിട്ടുള്ള ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഞങ്ങളും ചെയ്തു കേട്ടോ. ഗൈസ്, നല്ല വിശപ്പുണ്ട്. വിശക്കല്ലേ സമയത്ത് റെഡി പക്ഷെ ഉണ്ടല്ലോ, ഇവിടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡിന് അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഞങ്ങൾ ഏതോ വീടിൻ്റെ പുറത്താണ്. അത് ആരുടെ വീടാന്നൊന്നും അറിയില്ല, പൂട്ടിക്കിടക്കുന്നു. ഫുഡ് കഴിക്കാൻ ഇനി 4 കിലോമീറ്റർ ബസ്സിൽ പോകണത്ര. അപ്പം ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് കുറച്ച് സ്ക്വാഷ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ സ്ക്വാഷൊക്കെ മേടിച്ചു കേട്ടോ ഞങ്ങളെല്ലാവരും. മൗണ്ട് സീന കോളേജിലത്തെ മെയിനുകളെ കാണിച്ചു കേട്ടോ. എന്താണ് പറയാനുള്ളത്? എന്താണ് സഞ്ജന വ്ളോഗിലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ഇതുപോലെ മുന്നോട്ട് പോട്ടെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കണോടത്തേക്ക് എത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ നമ്മളവിടെ കണ്ടതാണ് നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന പന്നി കുട്ടികളെ കേട്ടോ. ഫുഡ് എനിക്ക് ആക്ച്വലി ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഒന്നാമത് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് അതിനേക്കാട്ടി ഇഷ്ടമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങച്ചാറാണ് കേട്ടോ. മാങ്ങച്ചാർ അടിപൊളിയായിരുന്നു. കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എല്ലാ ബസ്സിലും കയറി എല്ലാ ഫുഡ് ഐറ്റംസും നിരത്തിയെടുത്ത് കഴിച്ചിരണം കേട്ടോ എല്ലാവരും. ഞങ്ങളുടെയൊക്കെ എല്ലാവിധ ഐറ്റംസും ചോക്ലേറ്റും സ്ക്വാഷും ഒക്കെ എടുത്ത് കഴിച്ചിരണം കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് പോത്തുണ്ടി ഡാമിലേക്കാണ്. എന്നിട്ട് നമ്മൾ കയറുന്നതിന് മുന്നേ കുറച്ച് പർച്ചേസൊക്കെ ചെയ്തു. എനിക്ക് ഞാൻ കുഞ്ഞി കാറുകൾ 2 മേടിച്ചു കേട്ടോ. പിന്നെ ഇതാ അവിടെ ഹോസ് കാട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ നെല്ലിയാമ്പതി വ്യൂ പോയിന്റിൽ നിന്ന് കിട്ടാത്ത ഫോട്ടോ നമ്മൾ ഇവിടെ നിന്ന് എടുക്കാൻ ശ്രമിച്ചു. നമ്മളിവിടെ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. പോത്തുണ്ടി ഡാമിലേക്കാണ് നമ്മൾ പോയതെങ്കിലും മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തുണ്ടി ഡാം നമ്മൾ കണ്ടില്ല ഗൈസ്. അങ്ങനെ നമ്മൾ പോത്തുണ്ടി ഡാമിൽ എത്തിയിറക്കാണ്. ഇതിൻ്റെ ഇടയിൽ പല ട്രാജഡിയും നടന്നു, ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ പല സാധനങ്ങളും പോയി. പെരുങ്ങന്മാര് 3 സ്ക്വാഷ് കുപ്പി, ഒരു ചോക്ലേറ്റ് ബോക്സ്, പിന്നെന്താ ലിപ്സ്റ്റിക്, പിന്നെ ഗുഡ് ഡേ ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് ഒക്കെ ഫുൾ തീർത്ത് വരും. എടുക്കാൻ വന്നതാണ് ഗൈസ്. അതെ, നല്ല രസമുണ്ട് ഈ തണുത്ത കാറ്റിൽ ഇങ്ങനെ ഊഞ്ഞാലാടിയിരിക്കാൻ. ഞങ്ങളോട് അവിടുന്ന് കയറുമ്പോൾ തന്നെ ആ ഒരു കാര്യം എല്ലാവരും പറഞ്ഞുള്ളൂ, ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോകരുത്, അത് കുട്ടികളുടെയാണ്, നിങ്ങൾ കോളേജ് സ്റ്റുഡൻസിന് പറ്റിയതല്ല എന്ന്. പക്ഷേ ഞങ്ങൾ അതൊന്നും മൈൻഡ് ആക്കാണ്ട് ഞങ്ങൾ ഫുൾ കയറിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിൽ തന്നെയായിരുന്നു. ഈ കുട്ടികളുടെ ഈ പാർക്കൊക്കെ കണ്ട ആർക്കല്ലേ കയറാൻ തോന്നാത്ത, എല്ലാവരും കുട്ടികളായി പോവും. പിന്നെ അവിടെ ഇതാ ഈ ഒരു ജിമ്മ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഓരോ റൈഡിലും കയറി നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. ശരിക്കും ഇതൊരു ജിമ്മാണെങ്കിലും പക്ഷെ ഞങ്ങളിതൊരു ഫൺ പാർട്ടായിട്ടോ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മളൊന്നും പോവാത്ത ജിമ്മുകളിലില്ലാത്ത കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് എങ്ങനെ പ്രവർത്തിക്കാന്ന് പോലും അറിയില്ല. പിന്നെ നമ്മൾ ഓരോന്ന് തന്നെ നമ്മളായിട്ട് കണ്ടുപിടിച്ച് വന്നതാണ്. You can.
ഈ ഒരു റൈഡ് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെന്താ ഇതുണ്ടല്ലോ, ഇതൊരു ഒന്നൊന്നര സംഭവമായിരുന്നു കേട്ടോ. കാരണം സീനിയേഴ്സ് നമുക്ക് നന്നായി കറക്കി തന്നിട്ട് ശരിക്കും തല കറങ്ങി വീഴുന്ന പോലെയായി. ശരിക്കും ഇതിന്ന് രണ്ടാൾ വീണിരുന്നു, പക്ഷെ എനിക്ക് ആ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. चल पड़े हम ऐसी राह पे बेफिक्र हुए कि अब जाना कहाँ, लापता हुए सारे रास्ते ढूंढेगा हमें ये ज़माना कहाँ, ये समा है कैसा. അങ്ങനെ രാത്രിയായപ്പോൾ ഞങ്ങൾ ബസ്സിലേക്ക് തിരിച്ചു കയറിയിട്ട് വീണ്ടും നമ്മുടെ ഡാൻസ് കലാപരിപാടികൾ തുടങ്ങി കേട്ടോ. എന്തായാലും നല്ല വൈബ് ഉണ്ടായിരുന്നു, വൈബുള്ള ജൂനിയേഴ്സൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മൗണ്ട് സീന സ്കൂളിൽ തന്നെയാണ് ഇറങ്ങിയത്. അവിടെ എത്തിയിട്ടും ഞങ്ങളുടെ കളി നിന്നിട്ടില്ല. എല്ലാവരും ബസ്സിൽ പാട്ട് വെച്ചിട്ട് പുറത്ത് കളിക്കായിരുന്നു. അപ്പോൾ എത്രയുള്ളൂ, ബൈ.